നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രതിബന്ധങ്ങളെ തകർക്കാൻ ശക്തിയുള്ളതാണ് പ്രണയം. ആ ശക്തി തന്നെയാണ് കഴക്കൂട്ടം സ്വദേശി ധന്യ മാർട്ടിനെയും ഉക്രൈനിലുള്ള വരൻ പുനലൂർ ഇളമ്പൽ സ്വദേശി ജീവൻ കുമാറിനെയും ഒന്നിപ്പിച്ചത്. നിയമക്കുരുക്കുകളെ കാറ്റിൽ പറത്തിയാണ് രാജ്യത്തെ തന്നെ ആദ്യമായി നടന്ന ഓൺലൈൻ വിവാഹത്തിന് കഴിഞ്ഞ ദിവസം പുനലൂർ സബ് രജിസ്ട്രാർ ഓഫീസ് വേദിയായത്. കഴക്കൂട്ടം സ്വദേശിനി ധന്യ മാർട്ടിനെ ഉക്രൈനിലുള്ള വരൻ പുനലൂർ ഇളമ്പൽ സ്വദേശി ജീവൻ കുമാർ സബ് രജിസ്ട്രാർ TM ഫിറോസിന്റെ മധ്യസ്ഥതയിൽ ഓൺലൈനായി ജീവിത സഖിയാക്കിയപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള സംസ്ഥാനത്തെ ആദ്യ വിവാഹം കൂടിയാവുകയായിരുന്നു അത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു വിവാഹം നടന്നത്. ജീവന്റെ വീട്ടുകാരും ധന്യയുടെ കുടുംബവും രജിസ്റ്റർ ഓഫീസിൽ എത്തിയപ്പോൾ ഉക്രൈനിൽ നിന്ന് വീഡിയോ കോളിലൂടെയാണ് ജീവൻ ഹാജരായത്. ജീവന് വേണ്ടി വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവച്ചത് അച്ഛൻ ദേവരാജനായിരുന്നു. ഉടനടി വിവാഹ സർട്ടിഫിക്കറ്റും ധന്യയ്ക്ക് കൈമാറിയതോടെ ഓൺലൈൻ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാവുകയായിരുന്നു. ചരിത്രം കുറിച്ച ഈ വിവാഹത്തിനു പിന്നിൽ കോവിഡ് പ്രതിസന്ധിയും സൗഹൃദവും പ്രണയവും നിയമപോരാട്ടവുമെല്ലാം ഇഴുകിച്ചേർന്ന കഥയാണ് ഉള്ളത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിവാഹത്തിന് കളമൊരുങ്ങിയത്. ഇതിനായി ധന്യയാണ് നിയമപോരാട്ടം നടത്തിയത്. ഉക്രൈനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ജീവൻ. ഇൻഫോ പാർക്കിലെ അമേരിക്കൻ ഇൻഷുറൻസ് കമ്പനി ഉദ്യോഗസ്ഥയാണ് ധന്യ. സ്കൂൾ കാലം മുഴുവൻ ഒന്നിച്ചു പഠിച്ചവരാണ് ഇരുവരും. ഇവരുടെ വിവാഹത്തിന് വീട്ടുകാർക്കും പൂർണ്ണ സമ്മതമായിരുന്നെങ്കിലും വില്ലനായത് കോവിഡ് മഹാമാരി തന്നെയായിരുന്നു. മാർച്ച് 14-ന് വിവാഹം നടത്താൻ ഇരു വീട്ടുകാരും തീരുമാനിച്ചതോടെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഫെബ്രുവരിയിൽ ഇരുവരും ചേർന്ന് പുനലൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതിനിടെ മാർച്ച് 18-ന് ഉക്രൈനിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന അറിയിപ്പ് വന്നതോടെ അതിനു മുൻപ് ജോലിയിൽ പ്രവേശിക്കണമെന്ന് കമ്പനി അറിയിപ്പ് നൽകിയതനുസരിച്ച് ജീവൻ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. വിവാഹത്തിന് മുൻപ് തിരികെ എത്താമെന്ന് ജീവൻ കരുതിയെങ്കിലും കോവിഡ് പ്രതിസന്ധിയിൽ മടക്കയാത്ര അസാധ്യമായി. വരനും വധുവും ഒരുമിച്ചെത്തിയാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാനാകൂ എന്ന നിയമം സബ് രജിസ്ട്രാർ വ്യക്തമാക്കിയതോടെയാണ് ധന്യ ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുസ്താഖ്, ഡോക്ടർ കൗസർ ഇടപ്പാകത്ത് എന്നിവർ അടങ്ങിയ ബെഞ്ച് സംസ്ഥാന സർക്കാർ, വിദേശ മന്ത്രാലയം, കേന്ദ്ര IT വകുപ്പ് എന്നിവയുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം ജീവൻ കുമാറിന് പകരം അച്ഛൻ ദേവരാജനെ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുവാൻ പവർ ഓഫ് അറ്റോർണിയായി ചുമതലപ്പെടുത്തി. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജീവന്റെ നാടായ പുനലൂരിൽ തന്നെ ഓൺലൈൻ വിവാഹത്തിന് വേദിയൊരുങ്ങിയത്. ഇനി വൈകാതെ തന്നെ ജീവന്റെ അടുത്തെത്താൻ ഉക്രൈനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ധന്യ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.